1800-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സ്ഥലം 3500-ലധികം പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച ചുഴലിക്കാറ്റിനൊപ്പം പിന്നീട് ഇല്ലാതായ നഗരം. 1964 ചുഴലിക്കാറ്റിലാണ് അന്നത്തെ കാലത്തെ വലിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ധനുഷ്കോടി എന്ന പട്ടണം പൂർണ്ണമായി തകർന്ന് നാമാവശേഷമായത്. ഇവിടെ നിന്നും ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് കപ്പൽ സർവീസ് വരെ ഉണ്ടായിരുന്നതാണ്. ഈ റെയിൽ പാളത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ട്രെയിൻ ഉൾപ്പെടെ അന്ന് ആ ദുരന്തത്തിൽപ്പെട്ടിരുന്നു. അന്ന് അതിലുണ്ടായിരുന്ന സകലരും കടലിൽ വീണ് മരിച്ചുപോയി. 1988 പിന്നീട് ഒരു പാലമൊക്കെ ഇങ്ങോട്ട് കടക്കുവാനായിട്ട് ഉണ്ടാക്കിയത്. നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറാണ് അന്ന് ആ പാലം പുതുക്കി പണിതത്. ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും പോർച്ചുഗീസുകാർ പണിത പള്ളിയുടെയും അൾത്താര ഉൾപ്പെടെയുള്ള ഒരു പിടി നൊമ്പരപ്പെടുത്തുന്ന അവശിഷ്ടങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. അന്നത്തെ ദുരന്തത്തിന് ശേഷം പെർമനന്റ് കൺസ്ട്രക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. താൽക്കാലിക കുടിലുകൾ മാത്രമേ ഉള്ളൂ. മത്സ്യബന്ധനം തന്നെയാണ് ഇവിടെ താൽക്കാലികമായി താമസിക്കുന്നവരുടെ പ്രധാന വരുമാനം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട, നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ധനുഷ്കോടി.